കേരളം എന്നും കളികളെയും കളിലോകത്തെയും ശിരസിലേറ്റുന്നവരുടെ നാടാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കളിപ്രേമം പക്ഷേ അതിന് അനുസൃതമായ നിലയിൽ മികവിൻ്റെയും നേട്ടങ്ങളുടെയും നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടോ എന്നുള്ള സംശയവും സജീവമായി നിലനിൽക്കുന്നുമുണ്ട്. നേട്ടങ്ങൾ പലതുണ്ട് എന്നുണ്ടെങ്കിലും അർഹമായ നിലയിലേക്ക് അതിനെ ഉയർത്താൻ നമുക്ക് കഴിയാതെ പോകുന്നതിന് കാരണം കായിക ഭരണത്തിൻ്റെ പോരായ്മയും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് എന്നുള്ള ആരോപണം കാലങ്ങളായി നിലനിൽക്കുന്നത് തന്നെയാണ്. അതിന് ബലമേകുന്ന അനുഭവങ്ങൾ പലതുണ്ട്. പക്ഷേ തൻകാര്യവും പണക്കൊയ്ത്തും ലക്ഷ്യം വെച്ച് നാടിൻ്റെ കളിക്കമ്പത്തെ വിറ്റ് കാശാക്കാനുള്ള ശ്രമം പുതിയ അനുഭവം തന്നെയാണ്. അതാണ് ലോക ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് എന്നുള്ള പേരിൽ കായിക മന്ത്രി അടക്കമുള്ളവർ ഇവിടെ കാട്ടിക്കൂട്ടിയത്. മെസ്സി വരും എന്ന് ആണയിട്ടവർ ഇപ്പോൾ വരില്ല എന്ന് പറഞ്ഞാൽ മാത്രം പ്രശ്നം തീരുകയില്ല. എന്ത് ന്യായീകരണം നിരത്തിയാലും ഈ കാണിച്ചത് കേരളത്തിൻ്റെ കായിക സ്നേഹത്തിൻ്റെ മുഖത്ത് തുപ്പുന്നത് പോലെ തന്നെയാണ്. നടക്കില്ല എന്ന് തുടക്കത്തിലെ വ്യക്തമായിരുന്ന കാര്യം നടത്തുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും അതിലേക്ക് എടുത്തു ചാടുകയും ചെയ്ത കായിക മന്ത്രിയും ഒപ്പമുള്ളവരും കായിക കേരളത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചേ മതിയാക്കുകയുള്ളൂ. അവരെ വിശ്വാസത്തിലെടുക്കുകയും വേണം. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക അത്ര എളുപ്പമല്ല. തൊടുന്യായങ്ങൾ വില പോവുകയുമില്ല. രാജ്യാന്തര ഫുട്ബോളിനെ കുറിച്ച് നല്ല വിവരമുള്ളവരാണ് ഇവിടുത്തെ കളി ആരാധകർ. രാജ്യാന്തര ഷെഡ്യൂൾ പ്രകാരം ഇത്തരമൊരു സൗഹൃദ മത്സരം അർജന്റീനയുടെ പരിപാടിയിൽ ഇല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സ്പോൺസർ എന്ന പേരിൽ രംഗത്ത് വന്ന ഒരു വ്യക്തിയുടെ വാക്ക് കേട്ട് അയാൾക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കായിക മന്ത്രിയല്ല ഇവിടെ വേണ്ടത്. കേസുകളിൽ കുടുങ്ങിയ മുൻ അനുഭവമുള്ള ഒരാളെ പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ മന്ത്രിക്ക് ആരാണ് അധികാരം കൊടുത്തത്? കായിക മന്ത്രി പറഞ്ഞതൊക്കെ പാഴ്വാക്കായിട്ടും സർക്കാരിന് മിണ്ടാട്ടമില്ല. എന്തേ മുഖ്യമന്ത്രി അടക്കം ആർക്കും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ലേ? മെസ്സിയുടെ വരവിൻ്റെ പേരിൽ കൊച്ചി സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കാൻ താൻ 70 കോടി ചെലവിട്ടു എന്ന് പറയുന്ന സ്പോൺസർ അതിൻ്റെ പേരിൽ സ്റ്റേഡിയത്തിന് മേൽ അവകാശവും ആവശ്യപ്പെടുന്നുണ്ട് അത്രേ. ലക്ഷ്യവും കണ്ണും എങ്ങോട്ടാണ് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. ഫുട്ബോൾ ലോകത്തെ എല്ലാ കാലത്തും മികച്ച താരനിരയിൽപ്പെട്ട കളിക്കാരനാണ് മെസ്സി എന്നുള്ള അർജന്റീനക്കാരൻ. ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ളതുപോലെ ഫുട്ബോളിൽ മെസ്സിയെ ദൈവതുല്യം ആരാധിക്കുന്നവർ ഏറെയുള്ള ഒരു നാട് തന്നെയാണ് കേരളം. ആ ആവേശത്തിലാണ് ചിലരുടെ കണ്ണ് പതിഞ്ഞിരിക്കുന്നത്. നാടിൻ്റെ കായിക പ്രേമം നിഷ്കളങ്കവും ആത്മാർത്ഥവുമാണ്. അത് മുതലെടുക്കാൻ ഇറങ്ങുന്നവരുടെ കാര്യം അങ്ങനെയല്ല. സന്തോഷ് ട്രോഫിയിൽ അടക്കമുള്ള അഴിമതിയുടെ കഥ ഏറെ കേട്ടവരാണ് മലയാളികൾ. പക്ഷേ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന പുതിയ അവതാരം തന്നെയാണ്.